ഞാൻ അഭിഷക്തന്മാരോടും അഭിഷേകം ചുമക്കുന്നവരോടും പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചവരോടൊക്കെ ഒരു ദൂത് പറയാം. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. നിന്റെ അഭിഷേകത്തെ ബന്ധിക്കാനാണ് പലരുടെ നോട്ടം. സ്തോത്രം. പക്ഷെ ബന്ധിക്കപ്പെട്ടു പോകരുത്. ശിംശോന് പറ്റിയതും നിനക്ക് പറ്റരുതെന്നൊരു ദൂതൂടെ ഇതിനകത്ത് പറയുക. പൗലോസ് ഗലാത്യ സഭയോട് പറയുമ്പോൾ ഒരു ദൂത്, നിങ്ങൾക്കറിയാവുന്ന ഒരു ദൂത് പറയുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. എന്നിട്ട് ദൈവം തന്ന സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിന്നോണം. അതിൻ്റെ കാരണം എന്താണ്? അടിമനുഖം നിന്നെ പിന്നെയും കുടുക്കാൻ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, ഏതിൽ നിന്ന് നീ വിടുവിക്കപ്പെട്ടോ അത് പിന്നെയും നിന്നെ ബന്ധിക്കാൻ നോക്കുന്നുണ്ട്. ഞാനൊരു ദൂത് പറയാം. പല മാർഗങ്ങൾ വിട്ടിട്ട് യേശുവിനെ സേവിക്കാൻ ഇറങ്ങിയവളാ നമ്മളെ ഒരിക്കൽ കർത്താവ് വിടുവിച്ചു. ആ വിടുതലിൽ നിത്യത വരെ നിലനിൽക്കണം. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? നിലനിന്നില്ലെങ്കിൽ നിന്നെ ഒതുക്കാൻ നോക്കുന്ന ശക്തികളുണ്ട്. എന്നോട് ദൈവത്തിൻ്റെ ആത്മാ പറയുക, കാലങ്ങളായി ഒതുങ്ങിക്കിടക്കുന്ന ചിലതിനെ വിടുവിക്കാൻ ദൈവത്തിന് പ്ലാനാണ്. ഒരു ശബ്ദം കേൾക്കുന്നു, ആർ വിടുവിക്കും? ഓ ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ എന്തൊക്കെയോ നിയോഗങ്ങൾ നിന്റെ കുടുംബത്തിൽ ഉണ്ടാകാൻ പോകുകയാ. നിന്റെ സന്തതികളുടെ വിടുതൽ കാണാനുള്ള മഹാഭാഗ്യം ചില പേരൻസിനുണ്ടാകാൻ പോവുക. നിന്റെ വസ്തുക്കളുടെ വിടുതൽ നടക്കുവാനുള്ള സമയമെടുത്തു. നിന്റെ സന്തതിയുടെ യാത്രകൾ ഒരുങ്ങപ്പെടാനുള്ള സമയമെടുത്തു. ആർ വിടുവിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ പ്രാർത്ഥനാപരമുള്ള ചിലരിപ്പുണ്ട്. അവരെ കൊണ്ട് തമ്പുരാൻ